നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലൻ ഗോമതിയോട് മിത്രയെക്കുറിച്ച് ആരിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. അത് മാത്രമല്ല അവരുടെ പേരിൽ കുറച്ച് പണമൊക്കെ നിക്ഷേപിക്കണം എന്ന് പറയാം. ഇനി പൈസ പ്രായമൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഗോമതി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, സത്യമാണ് ബാലേട്ടെ പറയണേ. ബാലേട്ടൻ്റെ തീരുമാനം എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. അതെന്താ ഗോമതി അങ്ങനെ പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞ കള്ളത്തരം പറയേണ്ട കാര്യം എനിക്കുണ്ടോയെന്ന് ചോദിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ആരിനോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഒന്ന് മേടിച്ചു തന്നു. വിവാഹ സർട്ടിഫിക്കറ്റോ? അല്ല ബാലേട്ട, അത് എന്താ വിവാഹ സർട്ടിഫിക്കറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് മേടിക്കണം. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ നിയമമായിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്താണെങ്കിലും ക്ഷേത്രത്തിൽ അവരുടെ വിവാഹം നടന്ന തീയതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് തരുമല്ലോ, അത് വെച്ച് രജിസ്റ്റർ ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണം. ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അല്ല അത് പിന്നെ ബാലേട്ട, എന്താ ഗോമതി നിന്റെ മുഖം എന്തോ ആകപ്പാടെ വിളറി വെളുത്തിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടേ പറ. ഒന്നുമില്ല. അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ മിത്രയോടൊന്ന് സംസാരിക്കാം. ഇനിയിപ്പം മിത്ര രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്തൊന്നും അറിയത്തില്ലല്ലോ. ആരിനോട് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ അങ്ങോട്ട് മറന്നൊക്കെ പോവും എന്നൊക്കെ ഇങ്ങനെ ബാലൻ പറയാണ്. അത് കേട്ട് ഇനിയിപ്പം ഗോമതി പറഞ്ഞു, വേണ്ട ബാലേട്ട, മിത്രോട് ബാലേട്ടൻ പോയി പറയണ്ടെന്ന് പറയാം. അതെന്താ? അല്ല ബാലേട്ടൻ പോയി വിവാഹം രജിസ്റ്റർ ചെയ്തോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം മിത്രമോൾക്ക് പെട്ടെന്ന് പേടിയാവുമെന്ന് പറയാം. പേടിയാവുന്നോ? അതിന് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ലോ. ഞാൻ പറയുന്നത് എന്താ, വിവാഹം രജിസ്റ്റർ ചെയ്തെന്നൊക്കെയല്ലേ ചോദിക്കുന്നേ. വേണ്ട ബാലേട്ട, ബാലേട്ടൻ പോയി ചോദിക്കണ്ട, ഞാൻ തന്നെ പോയി ചോദിച്ചോളാം. അതെന്താ അങ്ങനെ? വേണ്ട, ശരിയാകത്തില്ലെന്ന് പറയാം. ആ സമയത്ത് ബാലിനിങ്ങനെ ഗോമതിയുടെ മുഖത്തേക്കൊന്ന് നോക്കുകയാണ്. ഗോമതിക്കാണെങ്കിൽ ഒന്നും മനസ്സിലായതുമില്ല. ഗോമതി ഇങ്ങനെ ഓർത്ത്, ദൈവം ഇനി ബാലേട്ടൻ എന്തെങ്കിലും സംശയം വെച്ചാണോ പറയണേ? അങ്ങനെ സംശയം വെച്ച് പറയേണ്ട കാര്യം ബാലേട്ടനില്ലല്ലോ. അപ്പം തൻ്റെ വെറും തോന്നൽ മാത്രമായിരിക്കും എന്ന് കരുതിയിട്ട് ഗോമതി ഇങ്ങനെ നിന്നു. പിന്നീട് ബാലനോട് പറഞ്ഞു, ബാലേട്ടൻ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വരുവാണ്. അടുക്കളയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു പാത്രമൊക്കെ എടുത്ത് ഇങ്ങനെ തൂത്തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാലേട്ടൻ തന്നെ എന്തെങ്കിലും സംശയം കാണുമോ? അതിനും ഇത്ര ആരിനൊക്കെ സംശയമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ? അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബാലേട്ടൻ തന്നോട് പറയുമല്ലോ. ഇപ്പം അതൊന്നും അല്ല, ഇതിപ്പോൾ വെറുതെ ചോദിച്ചതായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഗോമതി ഒറ്റ വിളി ബാലൻ്റെ. ആ വിളിയിൽ തന്നെ ഗോമതിയുടെ സകല നിയന്ത്രണം വിട്ടുപോയി. കയ്യിലിരുന്ന പാത്രമെല്ലാം തെറിച്ചുപോയി. ഗോമതി ഇങ്ങനെ ഞെട്ടിത്തരിച്ച് ബാലൻ നോക്കണം. പെട്ടെന്ന് ബാലിച്ചു, എന്താ ഗോമതി, എന്താ പറ്റിയെന്ന് ചോദിക്കണേ? ഒന്നുമില്ല. നീ എന്താ സ്വപ്നം കാണുവാനും ചോദിക്കും. അത് പിന്നെ ബാലേട്ട, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഗോമതി. നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഒന്നുമില്ല ബാലേട്ടാന്ന് പറയാം. ആ സമയം ബാലൻ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നീ ഈ ലോകത്തെങ്ങും അല്ലായിരുന്നെന്ന്. അത് പിന്നെ ബാലേട്ടൻ പറഞ്ഞു ഓരോ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ടാ. അങ്ങനെയാണല്ലേ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന്. അതെ, നിന്റെ മനസ്സിൽ എന്തോ ടെൻഷനുണ്ട്, അതുകൊണ്ടാ. ടെൻഷനോ? അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലയെന്ന് പറയാം. എന്നാൽ കുഴപ്പമില്ല. അന്നൊരു കാര്യം ചെയ്യാം, നീ ഒരു പാട്ട് പാടാൻ പറയണം. പാട്ട് പാടാനാ? ഞാനോ? എന്നാ ബാലേട്ടാ, എനിക്ക് പാട്ട് പാടാനൊന്നും അറിയത്തില്ല അങ്ങനെയൊക്കെ പറയണേ. അതെ, അന്നൊരു കാര്യം ചെയ്യാം, ഞാനൊരു പാട്ട് പാട്ടെ നിനക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പാട്ട് പാടാം ബാലേട്ടന്, ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, എനിക്കൊരു പാട്ടൊക്കെ പാടാൻ തോന്നി എന്നൊക്കെ പറയണം. അങ്ങനെ ബാലനൊരു പാട്ട് അങ്ങോട്ട് പാടുവാണ്. ബാലൻ്റെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, നല്ല പാട്ട്, അസലായിരിക്കുന്നു, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം. പിന്നീട് ബാലൻ പറഞ്ഞത്, ഗോമതി ഒരു പാട്ട് പാടിയില്ല. ഞാൻ പാടാം, എനിക്ക് ആദ്യം നാണമായിട്ടാണ് ഞാൻ പാടാത്തത്, പക്ഷെ ഇനി ഞാൻ പാടാമെന്ന് പറയണം. അങ്ങനെ അവസാനം ഗോമതി ഒരു പാട്ട് പാടുകയാണ്. ഗോമതിയുടെ പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേൾക്കാനെന്ന് പറയാം. ഗോമതി പറഞ്ഞു, വേണ്ട, കളിയാക്കൊന്നും വേണ്ട, ബാലേട്ടൻ എന്നെ കളിയാക്കിയതല്ലേന്ന് ചോദിക്കും. ഞാനെന്തിനാ കളിയാക്കണേ? അത് നിന്നെ, എനിക്ക് അതിൻ്റെ കാര്യമൊന്നും ഇല്ലയെന്ന് പറയാം. നമ്മൾ രണ്ടും ഒന്നല്ലേ, നമ്മളെ മനസ്സിലൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ കുഴപ്പമിരിക്കണേ? ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയും എന്നൊക്കെ ബാലൻ പറയണം. ആ സമയത്ത് ഗോമതിയുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറി. ഈ സമയം ബാലനിങ്ങനെ ചിരിക്കുകയാണ്. ബാലൻ ചിരിച്ചു കഴിയുമ്പോഴത്തേനും ഗോമതി ചോദിച്ചു, എന്താ ബാലയുടെ ചിരിക്കണേ? ഒന്നുമില്ലയെന്ന് പറയണം. പിന്നീട് ബാലൻ പറഞ്ഞു, നീ സന്തോഷിച്ചോ? നിൻ്റെ ഈ സന്തോഷം ഉണ്ടല്ലോ, അറക്കാൻ പോകുന്ന അറുമാടിനോട് ഞാൻ അവസാനം ആ കാണിക്കുന്നൊരു സ്നേഹം ഉണ്ടല്ലോ, ഒരിറ്റ് വെള്ളം കൊടുക്കുന്ന ആ ഒരു സ്നേഹം, അതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അറക്കാൻ പോകുന്നതിന് മുമ്പ് നിന്നോട് സ്നേഹം കാണിക്കുന്ന കാരണം കണ്ടു. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പം നിന്നെയൊക്കെ ഞാൻ ശരിയാക്കുന്നുണ്ട്, നിന്നെ എല്ലാത്തിനെയും ഞാൻ കൂട്ടത്തോടെ ഇട്ട് കത്തിക്കും എന്നൊക്കെ ഇങ്ങനെ ബാലൻ മനസ്സിൽ പറയാണ്. പക്ഷെ പാവം ഗോമതി ഇതൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ബാലൻ മുറിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. ആ സമയത്ത് ആകാശ് അവിടെ കൺഫ്യൂഷനായിരുന്നു. എന്തായിരിക്കും ശ്രീദേവിയുടെ അടുത്ത് ഗുരുവായൂരിനെ കുറിച്ച് പറഞ്ഞ്?
മീനാക്ഷിയോട് ചോദിച്ചു, അല്ല എന്താ ശ്രീദേവി അടുത്ത് ഗുരുവായൂരിനെ കുറിച്ച് വന്നത്, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിൽക്കും. എന്ത് കാര്യം, ഒരു കാര്യമില്ല ആകാശം എന്ന് പറയണം. അല്ല എനിക്കങ്ങനെ തോന്നി, അത് ഗുരുവായൂർ പോയി പൂജ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രീദേവി അടുത്ത് പറഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞാന്ന് പറയണം. അതല്ലല്ലോ, അതിന് മുമ്പ് എന്തോ ഗുരുവായൂർ പോയ കേസ് പറഞ്ഞല്ലോ. അതോ, അത് ചിലപ്പോൾ ഞാനും അമ്മയും കൂടെ ഗുരുവായൂർ പോയ കാര്യം പറഞ്ഞ, അല്ലാതെ വേറൊന്നും ഇല്ലയെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രവീന്ദ്രന് ശാന്തി വരുവാണ്. എന്താ രണ്ടുപേരും കൂടെ എന്നൊക്കെ ചോദിക്കണം. ഒന്നുമില്ല, വെറുതെ ഞങ്ങൾ ഇറങ്ങിയാലോന്ന് ആലോചിക്കുക എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഇറങ്ങിക്കോ. ഈ സമയം ശ്രീദേവി അല്ല മീനാക്ഷി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഹാഫ് ഡേ ലീവ് ആയിട്ടുണ്ട്, ഇനിയിപ്പം ഫുൾ ഡേ ആക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെല്ലണമെന്ന് പറയണം. ആ സമയം ഒരു നിമിഷം ആകാശം ഇങ്ങനെ ആലോചിക്കുകയാണ്. ആകാശം ഇങ്ങനെ ആലോചിച്ചു. പിന്നീട് ഇങ്ങനെ ഒന്ന് ഓർത്തിട്ട് പറഞ്ഞു, എന്നാലേ ഒരു കാര്യം ചെയ്യാം, അങ്കിളൊന്ന് ഉച്ചഞ്ഞ് കട വരുന്നു വരാമെന്ന് ചോദിക്കണം. അതെന്താ? അല്ല കട വരെയൊന്ന് വരുമോ? അതിനിപ്പോൾ എന്താ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് പ്രത്യേകിച്ച് പണിയില്ലല്ലോ, ഞാനിവിടെ വെറുതെ ഇരിക്കില്ല ആകാശം എന്ന് പറയും. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതൊന്നും വേണ്ടാന്ന് പറയാം. അതെന്താ? കടയിൽ പോയൊരു തർക്കവും പരിപാടിയും ഒന്നും വേണ്ട. ആഹാ, തർക്കിക്കാനാണ് നിന്നോട് ആരാ മീനു പറഞ്ഞേ? തർക്കിക്കാനൊന്നും അല്ല, പിന്നെ നിനക്കെന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ആകാശ് പറയണം. എന്നാലും എനിക്കെന്തോ ഒരു കുഴപ്പമില്ലെന്ന് പറയണം. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ മീനാക്ഷി സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നേ? ആകാശിനെയും കൂടെ അല്ല കട, പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നേ? ആകാശിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുന്നു, ഞാൻ ആകാശിനെ കാണാൻ വേണ്ടി പോകുന്ന, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടി പോകുന്നല്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് മിത്രയുടെ കോള് വരുന്നത്. മിത്ര ട്യൂഷൻ എടുക്കാൻ പോയേക്കുമായിരുന്നു. മിത്ര വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എവിടാന്ന് ചോദിക്കുക. അതെ, ഞാൻ ഹാഫ് ഡേ ലീവ് ആക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടോ പോകുന്നുള്ളൂ ഓഫീസിലേക്കെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ചേച്ചി പോകുമ്പോൾ ഇതിലൂടെ ഒന്ന് വരുമോ? എനിക്ക് ചേച്ചി ഒന്ന് കാണാനെന്ന് പറയാം. എന്താ മിത്ര കാര്യം എന്താ? ഒന്നുമില്ല, എനിക്കൊന്ന് കാണാൻ തോന്നി എന്നൊക്കെ പറയണം. ശരി, ഞാൻ എല്ലാവിടെ വരാം എന്നൊക്കെ പറഞ്ഞ് കോള് കെട്ടിയാണ്. അപ്പോഴേക്കും മീനാക്ഷിയോട് ആകാശ് ചോദിച്ചു, അല്ല എന്താന്ന് ചോദിക്കണം. അതെ, മിത്രയെ വിളിച്ചിട്ട് അതിലൂടെ ഒന്ന് ചെല്ലാവുന്നു. അതിന് മിത്ര കോളേജിലല്ലേന്ന് ചോദിക്കും. അല്ല കോളേജിൻ്റെ വെളിയിൽ നിൽക്കാന്ന്, അത് ട്യൂഷൻ എടുക്കുന്ന കാര്യം അവർക്കൊന്നും അറിയത്തില്ലല്ലോ. ആ സമയത്ത് കാണാമെന്നാ പറഞ്ഞ. മിത്ര എനിക്ക് വേണ്ടി കാത്തിരിക്കാന്ന്, ഇനി നിന്നിട്ട് കാര്യമില്ല, എന്നാൽ ഇറങ്ങാം ആകാശം എന്നൊക്കെ പറയണം. എന്നാൽ ശരിയെന്ന് പറയണം. അവരങ്ങനെ ഇറങ്ങുവാണ്. ആ സമയത്ത് മിത്രയുടെ അടുത്ത് ട്യൂഷൻ എടുക്കുന്ന വീട്ടിൽ ആ ചേച്ചി അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല എന്താ മിത്രേ, ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നു, മിത്രയുടെ മുഖം ആകപ്പാട് അസ്വസ്ഥമാണല്ലോ, ഇവിടെ എങ്ങും അല്ല വേറെ എന്തോ ചിന്തയിലാണല്ലോ എന്ന് പറയണേ. ഒന്നുമില്ല ചേച്ചി, എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറയണേ. അല്ല പിന്നെ എന്ത് പറ്റി? ഞാൻ മീനാക്ഷി അടുത്തിന് ചുമ്മാ ഒന്ന് വിളിച്ചാ, മീനാക്ഷി അടുത്ത് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ആണോ? മീനാക്ഷി എനിക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയണം. ആ സമയത്ത് കടയിലേക്ക് സാധനം മേടിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ വരുവാണ്. അങ്ങനെ വന്ന അയാൾക്ക് സാധനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ, എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്താൽ മതി. ഇത് തൂക്കത്തിലും അളവിലും ഒന്നിനും ഒരു വ്യത്യാസവും വരത്തില്ല, കൃത്യമായിട്ട് ആ ക്വാണ്ടിറ്റി തന്നെ സാധനം വീട്ടിലെത്തും. ഒരു 5 ഗ്രാം എങ്ങാനും കൂടുതലാണെങ്കിലേ ഉള്ളൂ, പിന്നെ നിനക്ക് സമയം ലാഭിക്കാമല്ലോ എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, ശരി അങ്ങനെ ആയിക്കോട്ടെ ചേച്ചി എന്നൊക്കെ പറയണം. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ രാമേട്ടൻ ധർമ്മനും കൂടെ അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, കൊള്ളാം മോളെ, ഇന്നത്തെ കാലത്ത് എല്ലാം ഓൺലൈൻ ബിസിനസ് അല്ലേ? അതെ രാമേട്ട, അതുകൊണ്ട് നമ്മളും ആ രീതിക്ക് മുന്നോട്ട് പോകണം, കാരണം അല്ലെങ്കിൽ നമുക്കൊന്നും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം. അങ്ങനെ അവരെ സംസാരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വേറെ ആളും കൂടെ കയറി വരുന്നത്. അങ്ങനെ അയാൾ വന്ന് സാധനം മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാധനം മേടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ആകാശ് അങ്ങോട്ടേക്ക് വന്നു. ആകാശിനെ കണ്ട ഉടനെ അങ്ങോട്ടേക്ക് എന്നിട്ട് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ശ്രീദേവി പറഞ്ഞു, അതെ ആകാശ് ഇത്ര സമയം എവിടെയായിരുന്നു ചോദിക്കുക. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ മീനാക്ഷിയുടെ വീട്ടിൽ പോയതായിരുന്നു. ആകാശ് ഇപ്പോൾ വന്നത് നന്നായി എന്നൊക്കെ പറയണം. അതെന്താ? വന്നത് നന്നായി, വേറൊന്നും കൊണ്ടല്ല, അത് പിന്നെ കടയിൽ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ തിരക്കുകളൊക്കെ ഉള്ള സമയത്ത് ആൾ വേണ്ട, കടയിൽ സാധനം എടുത്തു കൊടുക്കാൻ വേണം, പിന്നെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. അത് കേട്ടിപ്പോൾ ആകാശ് പറഞ്ഞു, അത് എനിക്ക് എന്തായാലും ഇപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറുവാണ്. സമയമില്ലാന്നോ? പക്ഷെ ആകാശ് അതൊന്നും മൈൻഡ് ചെയ്യില്ല. ആകാശ് മീനാക്ഷി ശ്രീദേവി പറയുന്ന കേൾക്കാതെ അകത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ആകാശം നല്ല കട്ട ദേഷ്യമായിരുന്നു, കട്ട കലിപ്പായിരുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ, ഇവള് തന്നെ ഭരിക്കാൻ വരുന്നു എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ആകാശിൻ്റെ മനസ്സറിയുണ്ടായിരുന്നേ. പക്ഷേ എങ്കിൽ ആ സമയത്ത് അവിടെ കടയിലേക്ക് സാധനം മേടിക്കാൻ വന്ന ഒരാൾ പറഞ്ഞു, അല്ല മോൾ ഇതിലായിട്ടും പോയില്ലേ? മോള് ആണോ ഇന്ന് സ്ഥിരം കടയിലിരിക്കുന്നേ? ബാലേട്ടനില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു, അതെ ബാലച്ചന് നടുവേദന ശരിക്കും കുറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിരിക്കണേ. ബാലച്ചൻ വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ, ആണോ? അല്ലെങ്കിൽ മോള് വന്നതിന് ശേഷം ഒരു ഐശ്വര്യമുണ്ട് കടയിൽ എന്നൊക്കെ പറയാണ്.
അത് കേട്ടപ്പോൾ ആകാശം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആകാശം ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കോമതി എന്ത് ചെയ്യാണ്, ബാലൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുക. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തെ ബാലിനെ കാണുന്നില്ല. ബാലേട്ടൻ എവിടെ പോയി, നടുവും വയ്യാതെ എങ്ങോട്ടോ പോയെന്ന് തോന്നല്ലോ എന്നോർത്ത് കോമതി ഫോൺ എടുത്ത് ബാലിനെ വിളിക്കുകയാണ്. അല്ല ബാലേട്ടൻ ഇത് എവിടെയാന്ന് ചോദിക്കുക. ബാലിനപ്പം അങ്ങ് നടന്നു പോവാണ്. അത് പിന്നെ ഞാൻ പുറത്തു വരെ ഇറങ്ങിയതാ. എൻ്റെ ബാലേട്ടനോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നടുവും വല്ലാതെ ഇറങ്ങി നടക്കലെന്ന്. പറഞ്ഞാൽ എന്താ മനുഷ്യന് മനസ്സിലാവില്ല എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഗോമതി, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ, ഞാൻ പുറത്തു വരെ വന്ന ഒരാവശ്യത്തിന് ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വന്നേക്കാന്ന് പറയാം. ശരി. അതേ ബാലേട്ടാ, ഇനി അതേ സമയം എന്നെ കറങ്ങിയടിച്ച് നടക്കണ്ട, നടുവിന് വേന ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇല്ല ഗോമു, ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം. അങ്ങനെ കോള് കെട്ടിയിട്ട് ബാലൻ പറഞ്ഞു, നിന്റെയൊക്കെ കള്ളത്തരം കണ്ടുപിടിക്കാനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. കണ്ടോ, നിനക്കിട്ടൊക്കെ ഉള്ള പണി ഞാൻ അങ്ങോട്ട് തരാൻ പോകുന്നുള്ളൂ. എന്നെക്കുറിച്ചൊക്കെ നിനക്കൊക്കെ ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ ബാലൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷേ പാവം ഗോമതി ഇതൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.